തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷം ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ചെറിയ പെരുന്നാൾ. ഒന്നിച്ചുകൂടി ബന്ധങ്ങൾ പുതുക്കിയും പുതുവസ്ത്രങ്ങളണിഞ്ഞും രുചി വിളമ്പിയും ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. തിരൂരങ്ങാടിയിൽ വിവിധയിടങ്ങളിൽ ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. രാവിലെ പള്ളികളിലെയും ഈദ്ഗാഹുകളിലെയും പ്രാർത്ഥനയ്ക്ക് ശേഷം സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും വിശ്വാസികൾ ഇന്ന് ആഘോഷമാക്കി. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തിയാണ് ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചത്. റംസാനിലെ 29 ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷമെത്തുന്ന ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ വിശ്വാസിയും. പെരുന്നാളിന് പുത്തൻ ഉടുപ്പ് ധരിക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സുകൂടി പുതുപുത്തൻ ആകണം, ഹൃദയം സംശുദ്ധമാകണം. എല്ലാവരും സൗഹാർദ്ദവും സാഹോദര്യവും ഒത്തൊരുമയും ഊട്ടിയുറപ്പിച്ച് കുടുംബബന്ധം സൗഹൃദം ശക്തിപ്പെടുത്തണം. എല്ലാ വിശ്വാസികളോടും മത നേതാക്കൾക്ക് പെരുന്നാൾ ആശംസയിൽ പറയാനുള്ളത് ഇതാണ്: ആഘോഷം അതിരുവിടരുതെന്നും പ്രാർത്ഥനയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഉണ്ടാകണമെന്നും മതനേതാക്കൾ കൂട്ടിച്ചേർത്തു. പെരുന്നാൾ ഉറപ്പിച്ചതോടെ ഇന്നലെ രാത്രി തന്നെ എല്ലായിടത്തും ഫിത്ർ സക്കാത്ത് വിതരണം നടന്നു. പെരുന്നാൾ ദിവസവും ആരും പട്ടിണി കിടക്കരുതെന്ന വലിയ ഉദ്ദേശത്തിലാണ് ഫിത്ർ സക്കാത്ത് വിതരണം. തിരൂരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയിൽ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ലഹരിക്കെതിരെ വിശ്വാസികൾ ഒന്നടങ്കം പ്രതിജ്ഞയെടുത്തു. തിരൂരങ്ങാടി ഖാളി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി പെരുന്നാൾ സന്ദേശം നൽകിയ ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വ്യക്തിയെയും അതുവഴി കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും ലോകത്തെയും നശിപ്പിക്കുന്നതാണ് ലഹരി. ഈ വിപത്തിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി കൈകോർക്കണമെന്നും ഖലീലുൽ ബുഖാരി ആഹ്വാനം ചെയ്തു. പെരുന്നാൾ നമസ്കാരത്തിന് ഖലീൽ തങ്ങൾ നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് അബ്ദുൽ ഖാദർ അസ്നി മംബീദി, സെക്രട്ടറി MN കുഞ്ഞി മുഹമ്മദ് ഹാജി എന്നിവർ സംബന്ധിച്ചു. കൊടിഞ്ഞിപ്പള്ളിയിലും നിരവധി വിശ്വാസികളെത്തി. പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് അലി അക്ബർ ഇംദാദി നേതൃത്വം നൽകി. ചെമ്മാട് ലൂപ്പി ലോഞ്ച് ടർഫ് പാർക്കിൽ നടന്ന ചെമ്മാട് സിറ്റി സംയുക്ത ഈദ്ഗാഹിന് MT മനാഫ് മാസ്റ്റർ നേതൃത്വം നൽകി. ചെറുമുക്ക് മുജാഹിദ് മഹല്ല് കമ്മിറ്റിയുടെ ഈദ്ഗാഹിന് കാസർഗോഡ് മഹല്ല് ഖത്തീബ് നബിൽ അഹമ്മദ് സ്വലാഹി നേതൃത്വം നൽകി. ഇവിടങ്ങളിലെല്ലാം തന്നെ വിശ്വാസികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശവും നൽകി. മറ്റൊരു പെരുന്നാൾ കൂടി നമ്മൾ സാക്ഷിയാവുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഒരു റമദാൻ കൂടി നമുക്ക് ലഭിച്ചു. അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശം എന്നുള്ളത് നമ്മുടെ നാടിൽ പ്രത്യേകിച്ചും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ സംഗതികൾ നടമാടുമ്പോൾ പരിശുദ്ധമായ റമദാൻ എന്നുള്ളത് നമുക്ക് അനുവദനീയമായ സംഗതികൾ പോലും നമ്മൾ വിട്ടുനിന്നിട്ടുള്ള ഒരു മാസമായിരുന്നു. ആ മാസത്തിന് ശേഷം നമ്മളിതിന് പുറത്തേക്ക് കടക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ അത്തരം പദാർത്ഥങ്ങളിലേക്ക് ഒരിക്കലും പോവുകയില്ല എന്ന സന്ദേശമാണ് പെരുന്നാളിന് ആദ്യമായി നൽകാനുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാം എന്നുള്ളത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മതമാണ്. എല്ലാ ആളുകളോടും വളരെ മാന്യമായി നല്ല രൂപത്തിലുള്ള സഹവർത്തിത്വമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു സന്ദേശമാണ് ദീനുൽ ഇസ്ലാം നൽകാൻ. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മതമാണ് ദീനുൽ ഇസ്ലാം എന്നുള്ളതാണ്. മൂന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത് പരിശുദ്ധമായ റമദാൻ ഒരു ചൈതന്യത്തിൻ്റെ മാസമായിരുന്നു. അതിൽ നേടിയെടുത്തിട്ടുള്ള ആ ചൈതന്യത്തെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.